തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മാധ്യമപ്രവർത്തകർക്ക് മൊത്തത്തിൽ ചാകരയാണ്. വാർത്തയൊന്നുമില്ലെങ്കിൽ നേരെ ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിൽ ചെന്ന് നിന്നാൽ മാത്രം മതി. വാർത്തകൾ നിങ്ങളെ തേടി വരും. സീറ്റ് കിട്ടാത്തവർ, സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടി വിടുന്നവർ, റിബലായി നിൽക്കുന്നവർ, ഇഷ്ടപ്പെട്ട സീറ്റ് കിട്ടാതെ പോയവർ, അങ്ങനെ സകലരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം കേവലം 1-2 മണിക്കൂറുകൾ കൊണ്ട് കിട്ടും. ഒരു ദിവസം മുഴുവൻ ലൈവായോ ടെലിയായോ സ്റ്റോറികളായോ കൊടുക്കാൻ അത് തന്നെ ധാരാളം. അതായത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിൽ പോയി വരുന്ന മത്സ്യബന്ധന ബോട്ടുകളുടെ സ്ഥിതി. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കിട്ടിയവരും കിട്ടാത്തവരും തമ്മിലുള്ള അടി, വെല്ലുവിളി, തെറിവിളി, ഇങ്ങനെയുള്ള വെറൈറ്റികൾ വേറെയുമുണ്ട്. ഇനി മാധ്യമപ്രവർത്തകർക്ക് കറക്റ്റ് സ്പോട്ടിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതോർത്തും വിഷമിക്കേണ്ട, വേറെയും ഓപ്ഷൻസ് ഉണ്ട്. വാട്സപ്പ് നമ്പർ കൊടുത്താൽ മതി. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അയച്ചു തരും. അടിയിൽ തന്നെ വെറൈറ്റികൾ പലതാണ്. പാർട്ടി ഓഫീസിനുള്ളിലെ അടി, പുറത്തെ അടി, തെരുവിൽ തല്ല്, സോഷ്യൽ മീഡിയയിലെ ഗോഗോവിളി എന്ന് വേണ്ട കോൺഗ്രസ് പാർട്ടിയുടേതായ തനത് പാരമ്പര്യ കലകളും കൊത്തുപണികളും ശില്പകലകളും ചുവർ ചിത്രങ്ങളുമെല്ലാം ഇനി കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. മിക്കവാറും ആ വാർഡിൽ പോയിട്ട് ആ ജില്ലയിൽ പോലുമുള്ള ആളായിരിക്കില്ല സ്ഥാനാർത്ഥിയായിട്ട് വരിക. സ്ഥാനാർത്ഥിയെ പലപ്പോഴും പാർട്ടിയിലെ നേതാക്കൾക്കോ പ്രവർത്തകർക്കോ പോലും അറിയുകയുമില്ല. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ ആ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പോലും അറിയുക. പാർട്ടിയിൽ ഇങ്ങനെയും ഒരാൾ ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസ്സുകാരും അപ്പോഴാകും അറിയുന്നത്. എല്ലാം കഴിഞ്ഞ് പ്രചാരണം തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും സ്ഥാനാർത്ഥിക്ക് വാർഡിലോ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ എന്തിന് ഈ സംസ്ഥാനത്ത് പോലും വോട്ടില്ല എന്ന സത്യം തിരിച്ചറിയുന്നത്. പിന്നെ പതിവ് പോലെ എല്ലാം CPM-ന്റെ തലയിൽ. CPM വോട്ട് വെട്ടിയെ, CPM ഞങ്ങളെ പറ്റിച്ചേ എന്നൊക്കെ പറഞ്ഞ് ആകെ പൊല്ലാപ്പ്. എന്തായാലും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പതിവുള്ള കോൺഗ്രസ് കോമഡികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. സീറ്റ് കിട്ടിയ ആൾക്ക് വോട്ടില്ല, വോട്ടുള്ളയാൾക്ക് സീറ്റുമില്ല. ഇത് രണ്ടുമുള്ളയാൾക്ക് ബൂത്തിലിരിക്കാൻ ആളില്ല. എറണാകുളം ജില്ലയിൽ കീലേരി അച്ചുവിനെ പോലെ സകലരെയും വെല്ലുവിളിക്കുന്ന ഒരു DCC പ്രസിഡന്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ പുറത്തിറങ്ങിയ പ്രവർത്തകർ തന്നെ പഞ്ഞിക്കിടുന്ന അവസ്ഥയിലാണ്. കോഴിക്കോടാണെങ്കിൽ പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല, വോട്ട് ഉള്ളവർക്കൊന്നും സീറ്റില്ല. ആകെയുള്ളത് ഒരു DCCയും 56 അഭിപ്രായങ്ങളുമാണ്. ഇനി UDF-ന്റെ മൊത്തത്തിലുള്ള കാര്യം എടുത്താൽ അത് ഇതിലും വലിയ കോമഡിയാണ്. കോൺഗ്രസ് തെക്കോട്ട് പോകുമ്പോൾ ലീഗ് വടക്കോട്ട് പോകും. എന്തായാലും CPM-കാർ സൂക്ഷിക്കുക. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം പരസ്പരം കാലുവാരി തോറ്റാലും അവസാനം പഴി വരുന്നത് നിങ്ങൾക്കായിരിക്കും. കോൺഗ്രസിന്റെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഗോവിന്ദൻ മാഷും പിണറായിയും രാജിവെക്കണം എന്നുകൂടി നമ്മുടെ കോൺഗ്രസ്സുകാർ പറയുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ.